കൂട്ടുകാരെ, സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഒരു ഹെൽത്തി സ്നാക്സായ പെരുവിളങ്കായാണ്. അതിനായി 200 ഗ്രാം നിലക്കടല, 200 ഗ്രാം കടലപ്പരിപ്പ്, 200 ഗ്രാം ചെറുപയർ പരിപ്പ്, 350 ഗ്രാം ശർക്കര, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂന്നും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി എടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നിനും 3 മൂപ്പാണ്, അതുകൊണ്ടാണ് ഇത് ഒന്നിച്ച് വറക്കാത്തത്. മൂന്നും വെവ്വേറെ തന്നെ വറുത്തെടുക്കണം. ചെറുപയർ പരിപ്പ് ഇവിടെ അത്യാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ കടലപ്പരിപ്പും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കടലപ്പരിപ്പും ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് നിലക്കടലയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് വറുത്ത കടലയാണ്. ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. കടല ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ചെറുപയർ പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. 3 ഐറ്റവും 3ആയിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ചെറുപയർ പരിപ്പ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് പൊടിച്ചാൽ മതി. തീർത്തും നൈസ് പൊടിയല്ല, ഒരു പരുവത്തിന് ചെറിയ തരികളോട് കൂടി. ഇനി നമുക്ക് ബാക്കി 2 ഐറ്റങ്ങളും കൂടെ പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നിലക്കടലയുടെയും ചൂടാറിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ പൊടിക്കണം. ഇവിടെ 3 ഐറ്റവും പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ആ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ നിന്നും ഒരു തവി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കിയെടുക്കണം. ഇതിവിടെ ഇപ്പം ഒരുവിധം ആറി വന്നിട്ടുണ്ട്. നമുക്കിത് കയ്യിലെടുത്ത് ഉരുട്ടാൻ പാകത്തിന് ചൂടാറിയാൽ മതി. ഇനി കയ്യിലൽപ്പം നെയ്യ് തൂത്തതിന് ശേഷം ചെറിയ ബോളുകളായി ഉരുട്ടിയെടുക്കണം.
അതിനുശേഷം നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന പൊടിയിലിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഈ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇവിടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വലിപ്പത്തിനുള്ള 19 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ അവധിക്കാലത്ത് എല്ലാവരും ഈ ഹെൽത്തി സ്നാക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ഒരു വട്ടമെങ്കിലും ശ്രമിക്കണേ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.